ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുള്ളൂർക്കരയിൽ ലഹരിവേട്ട. MDMAയുമായി യുവാക്കളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. മയക്കുമരുന്നും ഇലക്ട്രോണിക്സ് ത്രാസുകളും കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളത്ത് പുതിയ RTO ഓഫീസ് ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. KSRTCയുടെ സേവനങ്ങൾ വിപുലീകരിക്കുമെന്നും മന്ത്രി. പെരുമ്പ്രാവിൽ രോഗിയുമായി പോയ ആംബുലൻസ് കാറിലിടിച്ച് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരിയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു കയറി. വടക്കാഞ്ചേരി എങ്കക്കാട് 220 kV വൈദ്യുതി ലൈൻ പൊട്ടിവീണു. അപകടമൊഴിവായത് തലനാരിഴയ്ക്ക്. പെരുമ്പ്രാവിൽ ബാർ ഉടമയെ കബളിപ്പിച്ച് 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ശാന്തി, ജനറൽ മാനേജർ അരുൺ P. നായർ എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. തൃക്കൂരിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി കണിയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു. കള്ളായി സ്വദേശി ഗോപിയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മുള്ളൂർക്കരയിൽ ലഹരിവേട്ട. MDMAയുമായി 2 യുവാക്കളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. മുള്ളൂർക്കര സ്വദേശി പറക്കുന്നത്ത് വീട്ടിൽ സുനിൽ, കണ്ണമ്പാറ സ്വദേശി കുറക്കാട്ടിൽ വീട്ടിൽ ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ അറസ്റ്റിലായത്. ലോകകപ്പ് ഫൈനൽ ദിനത്തിൽ ആഘോഷം ലഹരിയിൽ ആറാടിക്കുന്നതിനു വേണ്ടിയാണ് പ്രതികൾ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1-ാം പ്രതി സുനിലിന്റെ വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. പ്രതിയുടെ ബുള്ളറ്റിനുള്ളിൽ നിന്നും വീട്ടിൽ നിന്നുമാണ് 2.621 ഗ്രാം MDMA കണ്ടെടുത്തത്. MDMA തൂക്കം നോക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന 2 ഇലക്ട്രോണിക്സ് ത്രാസും മയക്കുമരുന്ന് നൽകുന്നതിനായി ഉപയോഗിക്കുന്ന 500 സിപ്ലോക്ക് കവറും പിടിച്ചെടുത്തു. ഗൂഗിൾ പേ വഴി വൻ ഇടപാടുകൾ നടന്നതായി എക്സൈസ് കണ്ടെത്തി. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CJ റിജോ, ജയോ ജെറിൻ, VA തൗഫിക്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അമിത എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളത്ത് പുതിയ RTO ഓഫീസ് ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. KSRTCയുടെ സേവനങ്ങൾ വിപുലീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുന്നംകുളം നഗരസഭ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നംകുളത്ത് നിന്ന് പുതിയ KSRTC ബസ് സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യം പരിഗണിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. മേഖലയിൽ പ്രിയദർശിനി ബസ്സുകളുടെ സേവനം കൂടുതൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവേൻ, KA സോമൻ, ലബീബ് ഹസൻ, ഗീതാ ശശി, മുനിസിപ്പൽ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പ്രാവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് കാറിലിടിച്ച് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന വീട്ടമ്മയ്ക്കാണ് പരിക്കേറ്റത്. ആംബുലൻസിലുണ്ടായിരുന്ന വൃക്കരോഗിയെ അൻസാർ ആശുപത്രിയിൽ ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ ഇഞ്ചലോടിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട അപകടം. 2 വൈദ്യുതി പോസ്റ്റുകൾ ഇടിച്ചു തകർത്ത ജീപ്പ് സമീപത്തെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി. പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ധാർ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ജീപ്പിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ട് ലോറി മറിഞ്ഞു. ആർക്കും പരിക്കില്ല. മൈസൂരിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്ക് പച്ചക്കറിയുമായി പോയിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞത്. വടക്കാഞ്ചേരി എങ്കക്കാട് 220 kV വൈദ്യുതി ലൈൻ പൊട്ടിവീണു. എങ്കക്കാട് പുത്തൻകുളത്തിന് സമീപം വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് മാധ്യമപ്രവർത്തനം TCV റിപ്പോർട്ടറുമായ അരുൺദാസ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ അധികൃതർ ലൈൻ ഓഫ് ചെയ്തതിനെ തുടർന്ന് വൻ അപകടം ഒഴിവായി.
തൃശൂരിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന 220 kV വൈദ്യുതി ലൈൻ സമീപത്തെ വൈദ്യുതി കമ്പികളിലേക്ക് വീഴുകയായിരുന്നു. പെരുമ്പിലാവിൽ പ്രവർത്തിക്കുന്ന വിദ്യ റെസിഡൻസി എന്ന ഹോട്ടൽ കം ബാർ ഉടമയെ കബളിപ്പിച്ച് 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിലെ അക്കൗണ്ടന്റായ ശാന്തി, ജനറൽ മാനേജറായ അരുൺ പി നായർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. 2022 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് പ്രതികൾ ഗൂഢാലോചന നടത്തി സാമ്പത്തിക തിരിമറി നടത്തിയത്. ഹോട്ടൽ ഉടമയായ ഗോവിന്ദൻകുട്ടി സ്ഥലത്തില്ലാത്ത സമയങ്ങളിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ 1-ാം പ്രതിയായ ശാന്തിയെ ഏൽപ്പിച്ചിരുന്ന ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കുകൾ ദുരുപയോഗം ചെയ്തും സ്ഥാപനത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ കൃത്രിമം കാണിച്ചുമാണ് പ്രതികൾ വൻതുക തട്ടിയെടുത്തത്. വിശ്വാസവഞ്ചന നടത്തിയും ചതിയിലൂടെയും പ്രതികൾ തനിക്ക് 4.5 കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് കാണിച്ച് ഉടമ നൽകിയ പരാതിയിലാണ് നടപടി. തൃക്കൂർ കള്ളായിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു. കള്ളായി സ്വദേശി പള്ളത്തേരി സുബ്രന്റെ മകൻ 60 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. സമീപത്തെ തെക്കേയിൽ ജോസഫിന്റെ പറമ്പിലാണ് മൃതദേഹം കണ്ടത്. ഞായറാഴ്ച രാത്രിയിലാണ് മരണം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. തനിച്ച് താമസിക്കുന്ന ഇയാളെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. തിങ്കളാഴ്ച സമീപത്തെ പറമ്പിൽ ജാതിക്ക പെറുക്കാനെത്തിയ സ്ത്രീയാണ് മൃതദേഹം കണ്ടത്. KCB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി കെണിക്കായി സ്ഥാപിച്ച കമ്പികൾ അഴിച്ചുമാറ്റി. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള അൽ സുലൈത്തി കല്യാണ മണ്ഡപത്തിൽ നിന്ന് സ്വർണ്ണാഭരണം മോഷണം പോയതായി പരാതി. ചെറുതുരുത്തി പള്ളംപാറയ്ക്കൽ വീട്ടിൽ ഷഫ്നയാണ് സ്വർണം നഷ്ടപ്പെട്ടതായി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ ചടങ്ങിനിടെ ഉച്ചയ്ക്ക് 3 മണിയോടെ 24 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണവള മോഷണം പോയതായാണ് പരാതി. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ 1-ാം നമ്പർ CDSൽ ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ആരോപിച്ച് BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക വായ്പ, പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പ തുടങ്ങിയ വിവിധ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി BJP ആരോപിച്ചു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. BJP ജില്ലാ ട്രഷറർ KR വിദ്യാസാഗർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KA സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ഏരിയ പ്രസിഡന്റുമാരായ ഉദയൻ, അജിത് ബാബു, KS സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. പുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വജനപക്ഷപാതപരമായ സമീപനത്തിലും ജനവിരുദ്ധ നടപടികളിലും പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു. ആനുകൂല്യ വിതരണം മുടങ്ങിയെന്നും SC/ST ജനറൽ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട സാമ്പത്തിക സഹായങ്ങൾ പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും LDF അംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്തിനെതിരെ കേസ് വാദിച്ചയാളെ ലീഗൽ അഡ്വൈസറാക്കിയത് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് KV സജുവിന്റെ നേതൃത്വത്തിലാണ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് LDF ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. നമുക്കറിയാം പുത്തൂർ പഞ്ചായത്തുമായി ദേശീയപാത മണത്തല ജുമാഅത്ത് പള്ളിക്ക് മുൻവശം വെള്ളക്കെട്ട് രൂക്ഷമായി. ചെറിയ മഴയിൽ പോലും റോഡ് പൂർണ്ണമായും തോടിന് സമാനമായ അവസ്ഥയിലാണ്. മഴ ശക്തി പ്രാപിച്ചതോടെ കാൽനട യാത്രക്കാർക്ക് ഇതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ദേശീയപാതയോരത്തെ കാന നിർമ്മാണം അധികൃതർ പാതി വഴിയിൽ നിർത്തിവെച്ചതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മണത്തല പള്ളിക്ക് മുൻവശത്തുള്ള മഴവെള്ളം ഒഴുകിപ്പോകാൻ നിലവിൽ യാതൊരു വഴിയുമില്ലാത്ത സ്ഥിതിയാണ്. ദിവസേന 100 കണക്കിന് പേർ യാത്ര ചെയ്യുന്ന പ്രധാന പാതയിലെ ദുരിതത്തിന് ദേശീയപാത അധികൃതർ അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലോൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിലാദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1-ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2-ാം സമ്മാനമായി 50,000 രൂപ, 3-ാം സമ്മാനമായി 25,000 രൂപ, 4-ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്.
ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. വെള്ളറക്കാട് പ്രവർത്തിക്കുന്ന കടങ്ങോട് ചിറമനങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സാംസ്കാരിക വേദി പ്രവർത്തകർ വില്ലേജ് ഓഫീസിലെത്തി ഓഫീസറുമായി സംസാരിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രവർത്തകർ വ്യക്തമാക്കി. ഇടം പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി അക്ബർ അലി, NS സത്യൻ, K വിജയൻ, KA ഫരീദ് അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജിൽ ആളുകൾ ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പോൾ അവർക്കത് ചെയ്തു കിട്ടാൻ ഇവിടെ ചില പ്രയാസങ്ങൾ നേരിടുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടം സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർ ഇന്ന് നമ്മുടെ വെള്ളറക്കാട് വില്ലേജ് ഓഫീസ് സന്ദർശിക്കുകയും വില്ലേജ് ഓഫീസറോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു വീഴ്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറില്ല. പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ഇത് 3 വില്ലേജുകൾ ചേർന്ന ഒരു വില്ലേജ് ആയതുകൊണ്ട് ഇവിടെ വർക്ക് ലോഡ് കണ്ടമാനം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ചില താമസങ്ങൾ വരും എന്നല്ലാതെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ കുറ്റമറ്റമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വില്ലേജ് ഓഫീസർ പ്രതികരിച്ചു. 3 വില്ലേജുകളുടെ പ്രവർത്തനം ഒറ്റ ഓഫീസിൽ നടക്കുന്നതിനാൽ ജോലിഭാരം കൂടുതലാണ്. സേവനങ്ങൾ നൽകുന്നതിൽ കാലതാമസം വരുത്താറില്ലെന്നും ഓഫീസർ അറിയിച്ചു. വേലൂർ പഞ്ചായത്തിൽ പ്രവർത്തനക്ഷമമല്ലാത്ത തെരുവ് വിളക്കുകൾ മാറ്റി സ്ഥാപിക്കാൻ പ്രതിപക്ഷ മെമ്പർമാർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം രൂക്ഷമാണ്. തെരുവ് വിളക്കുകൾ കത്താത്തതുമൂലം രാത്രികാലത്ത് അത്യാവശ്യത്തിന് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. LDF മെമ്പർമാരായ ജമീല രാജു, KV അഷ്ന, ബിന്ദു നന്ദനൻ, KG ശ്രീമതി, ഷൈനി ജിബിൻ, ശുഭ അനിൽകുമാർ, ഗീത ബാലകൃഷ്ണൻ എന്നിവരാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെയും സംയോജിത കൃഷിയുടെയും ഭാഗമായി കേരള കർഷക സംഘം വിളക്കുമാടം യൂണിറ്റ് കാർബൺ ന്യൂട്രൽ ഗ്രാമം സംഘടിപ്പിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം യൂണിറ്റ് പ്രസിഡന്റ് ഗീത ചന്ദ്രഹാസ് അധ്യക്ഷയായി. CPM ബ്രാഞ്ച് സെക്രട്ടറി TP ഷിജു, CPM കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K രാഗേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നീതു ഷിജു, വാർഡംഗം ശ്രീവിദ്യ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയുടെ കീഴിലുള്ള തെരുവുനായ വന്ധ്യംകരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ G ശർമിള, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡീന ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിന് സമീപമുള്ള റോഡിലെ വൻ കുഴികൾ യാത്രക്കാർക്കും രോഗികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നു. തകർന്ന റോഡ് താൽക്കാലികമായി അടച്ചുവെങ്കിലും ശക്തമായ മഴ പെയ്തതോടെ കുഴികൾ വീണ്ടും രൂപപ്പെട്ടു. പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് റോഡ് പൊളിച്ചതാണ് കുഴികൾ രൂപപ്പെടാൻ കാരണമായതെന്ന് ഡ്രൈവർമാർ പറയുന്നു. അടിയന്തരമായി ഈ റോഡിലെ കുഴികൾ അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ആവേശത്തിരയുയർത്തി ലോകകപ്പ് ഫൈനൽ. കനത്ത മഴയ്ക്ക് പോലും ഫുട്ബോൾ പ്രേമികളുടെ ആവേശം കെടുത്താനായില്ല. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ സഹകരണത്തോടെ കാവിൽക്കടവ് മാർക്കറ്റ് കോംപ്ലക്സിലാണ് വലിയ സ്ക്രീനിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരം പ്രദർശിപ്പിച്ചത്. കുടുംബങ്ങളായും സുഹൃത്ത് സംഘങ്ങളായും യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ വിവിധ പ്രായക്കാരാണ് ബിഗ് സ്ക്രീനിലേക്ക് ഒഴുകിയെത്തിയത്. ഇടവിട്ട് പെയ്ത മഴ ഫുട്ബോൾ പ്രേമികളുടെ ആവശ്യത്തെ തണുപ്പിച്ചില്ല. ഓരോ പാസിനും ഗോളവസരത്തിനും രക്ഷാപ്രവർത്തനത്തിനും കയ്യടികളും ആർപ്പുവിളികളും ഉയർന്നതോടെ വേദി ഒരു സ്റ്റേഡിയത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചു. മഴയെ വെല്ലുവിളിച്ചെത്തിയ ആരാധകരുടെ സാന്നിധ്യം ഫുട്ബോളിനോടുള്ള അവരുടെ അതിരില്ലാത്ത സ്നേഹത്തിന്റെ തെളിവായി മാറി. കൊടുങ്ങല്ലൂരിൽ കായിക സ്നേഹവും കൂട്ടായ്മയും ഒരുമിച്ച് കൂടിയ ഈ വേറിട്ട സംരംഭം നഗരത്തിന് പുതിയൊരു കായികോത്സവ അനുഭവമാണ് സമ്മാനിച്ചത്. കപ്പിൽ മുത്തമിട്ട സ്പെയിനിന്റെ വിജയം ആഘോഷിച്ചാണ് ആരാധകർ മടങ്ങിയത്.
TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ ലോകകപ്പ് ഫൈനൽ മത്സരം കാണാനെത്തിയവരുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരം കാണാൻ 5000-ലധികം ഫുട്ബോൾ പ്രേമികളാണ് സ്റ്റേഡിയത്തിലെത്തിയത്. മത്സരത്തിന് ശേഷം ഫുട്ബോൾ ആരാധകർക്കായി വർണ്ണമഴയും TSGA ഭാരവാഹികൾ ഏർപ്പെടുത്തിയിരുന്നു. പൊതുവിടങ്ങളിൽ വലിയ സ്ക്രീനിൽ ലോകകപ്പ് ഫൈനൽ ആസ്വദിക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരെത്തി. മാള, പൂപ്പത്തി, കുഴൂർ, അന്നമനട എന്നിവിടങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ സെമി ഫൈനൽ മുതൽ വലിയ സ്ക്രീനുകൾ ഒരുക്കിയിരുന്നു. പൂപ്പത്തിയിൽ കുടുംബസമേതം ഫൈനൽ കാണാൻ നിരവധി പേരാണ് എത്തിയത്. പൂപ്പത്തി സോയു സ്റ്റാറും വായനശാലയും ചേർന്നാണ് കളി കാണുന്നതിന് സൗകര്യമൊരുക്കിയത്. പാറപ്പുറം പോളക്കുളം കൂട്ടായ്മയും മാള പഞ്ചായത്തും ലബാമ്പയും ചേർന്നാണ് സൗകര്യമൊരുക്കിയത്. ലോകകപ്പ് ഫൈനൽ ആസ്വദിക്കാൻ ചാലക്കുടി നഗരസഭ ബിഗ് സ്ക്രീൻ പ്രദർശനമൊരുക്കി. ജനബാഹുല്യം കണക്കിലെടുത്ത് പതിവിന് പുറമെ നഗരസഭ 2 സ്ക്രീനുകളിലായാണ് പ്രദർശനമൊരുക്കിയത്. അർജന്റീനയുടെ വിജയം കാണാനാണ് ആരാധകരിൽ ഏറിയ പങ്കുമെത്തിയത്. ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ ടീമുകളുടെ ആരാധകരും ഒന്നിച്ചുകൂടി. മനക്കുടി കിഴക്കുംപുറം CPM 9ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കിഴക്കുംപുറം കൈരളി ട്രേഡിംഗ് സെന്ററിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. KA അജയ്കുമാർ അധ്യക്ഷനായി. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം KK ശശിധരൻ, കുന്നത്തങ്ങാടി ലോക്കൽ സെക്രട്ടറി K. രാഗേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ്, അന്തിക്കഴ ബ്ലോക്ക് അംഗം നീതു ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. വാർഡിലെ അർഹരായ കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. പൈതൃകം ഗുരുവായൂരിന്റെ പ്രതിമാസ കുടുംബസംഗമത്തിന്റെ ഭാഗമായി ആധ്യാത്മിക സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ DM വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ആധ്യാത്മിക പ്രഭാഷകൻ M. വ്യാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ പൈതൃകവും സംസ്കാരവും പ്രചരിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന കൈപ്പറമ്പ് ക്ഷേത്രത്തിലെ ഭാരവാഹികളെ ആദരിച്ചു. K. സുഗതൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മുരളി അകമ്പടി, ശശികുമാർ കൊടമന, രവി വട്ടരങ്ങ്, പ്രഹ്ലാദൻ മാമ്പറ്റ്, ജയശ്രീ രവികുമാർ, ഹരിദാസ് കുളവിൽ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൂഫാൻ ഗോൾ മത്സരം സംഘടിപ്പിച്ചു. പടിഞ്ഞാറെ നടന്ന ഷൂട്ടൌട്ട് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്ത് ഗോളടിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CS സൂരജ് അധ്യക്ഷനായി. R. രവികുമാർ, OKR മണികണ്ഠൻ, നിഖിൽ G. കൃഷ്ണൻ, ബാലൻ വാർനാട്ട്, VS നവനീത്, പ്രിയ രാജേന്ദ്രൻ, ശശി വല്ലാശ്ശേരി, KK രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. യാത്രകളിലൂടെ ജീവിത ദുഃഖങ്ങളെ മറികടന്ന ഇടവന സാവത്രിയുടെ നിര്യാണത്തിൽ ചൂണ്ടൽ NSS കരയോഗം അനുസ്മരണം സംഘടിപ്പിച്ചു. പൈതൃകം ഗുരുവായൂർ സെക്രട്ടറി മധു K. നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. ചന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി വിജീഷ് പൂലോത്ത്, ഗോപകുമാർ പാലക്കൽ, സുധീഷ് മേക്കാട്ടിൽ, ജയകൃഷ്ണൻ നമ്പി തുടങ്ങിയവർ സംസാരിച്ചു.
നെല്ലായിൽ പെട്ടിക്കട കുത്തി തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച അന്തർജില്ലാ മോഷ്ടാവ് അറസ്റ്റിലായി. കണ്ണൂർ പൂവച്ചാൽ സ്വദേശി പൂശ്ശേരി വീട്ടിൽ ഷിജുവാണ് അറസ്റ്റിലായത്. നെല്ലായി സ്വദേശി കൊട്ടുവളപ്പിൽ വീട്ടിൽ ശശീന്ദ്രന്റെ കടയിലാണ് ഇയാൾ മോഷണ ശ്രമം നടത്തിയത്. ശശീന്ദ്രൻ പുലർച്ചെ കട തുറക്കാനായി എത്തിയപ്പോൾ സമയത്താണ് പ്രതി കട കുത്തി തുറക്കുന്നതായി കണ്ടത്. തുടർന്ന് ആളുകളെ വിളിച്ച് പ്രതിയെ തടഞ്ഞുവെച്ച് കൊടകര പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഷിജു കണ്ണൂർ, പേരാവൂർ, ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് LP സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രവചന മത്സരത്തിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി മിയ ഗബ്രിയേലയ്ക്ക് വിജയം. 500-ൽ പരം വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ ജീവനക്കാരും പങ്കെടുത്ത മത്സരത്തിലാണ് കൃത്യമായ പ്രവചനത്തിലൂടെ മിയ ഗബ്രിയേല വിജയിച്ചത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ എറണാകുളം കുടുംബ യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന കാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം ഹൈബി ഈഡൻ MP നിർവഹിച്ചു. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലിമീസ് അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, TJ വിനോദ് MLA, കൊച്ചി സിറ്റി മുൻ DCP ഷാജു വർഗീസ്, ഫാദർ ഡിൽജോ ഏലിയാസ്, PK ജിജു, PK ശ്യാമു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,150 രൂപ, പവന് 1,05,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുള്ളൂർക്കരയിൽ ലഹരി വേട്ട. MDMAയുമായി യുവാക്കളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. മയക്കുമരുന്നും ഇലക്ട്രോണിക്സ് ത്രാസുകളും കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളത്ത് പുതിയ RTO ഓഫീസ് ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. KSRTCയുടെ സേവനങ്ങൾ വിപുലീകരിക്കുമെന്നും മന്ത്രി. പെരുമ്പ്രാവിൽ രോഗിയുമായി പോയ ആംബുലൻസ് കാറിലിടിച്ച് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരിയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു കയറി. വടക്കാഞ്ചേരി എങ്കക്കാട് 220 kV വൈദ്യുതി ലൈൻ പൊട്ടിവീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പെരുമ്പ്രാവിൽ ബാർ ഉടമയെ കബളിപ്പിച്ച് 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ശാന്തി, ജനറൽ മാനേജർ അരുൺ P. നായർ എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. തൃക്കൂരിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു. കള്ളായി സ്വദേശി ഗോപിയാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.